ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നതിന് കുറേ ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം വേണ്ട എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയാണ്. അതായത് എൻ്റെ പ്രഗ്നൻസി ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ 6.5 മാസത്തിലാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി തിരിച്ചറിയുന്നത്. എനിക്ക് ഓൾറെഡി 2 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി, ഇപ്പം നമുക്കൊരു പ്രഗ്നൻസി ഒരു ജേണി ഉണ്ടല്ലോ. പ്രഗ്നൻസി സമയത്ത് നമുക്ക് ആദ്യമേ ഛർദിൽ, അല്ലെങ്കിൽ ക്ഷീണം, ടയർഡ്നെസ്, പിന്നെ പീരീഡ് മിസ്സിങ്, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഇത് അറിഞ്ഞ് ആൾക്കാരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നത്, ഓ ചുമ്മാ ആരും വിശ്വസിക്കത്തില്ല, ആരും വിശ്വസിച്ചില്ല, ചുമ്മാ ഞാൻ ഇതാക്കുന്നതാണ്, മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് വെച്ചതാണ്, പിന്നെ പുതുമയാണ്, അങ്ങനെയൊക്കെ കുറേ കേട്ട് പിന്നെ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. കാരണം എനിക്കറിയാം, എൻ്റെ കെട്ടി എനിക്കും അറിയാമായിരുന്നു എന്താ സംഭവിച്ചതെന്ന്. അപ്പം ഈ പറയുന്ന നമുക്ക് എല്ലാവരെയും മൂടിക്കെട്ടാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിലും കുറേ പിന്നെ വിഷമിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നി. അപ്പോൾ നമുക്ക് റിയാലിറ്റിയിലേക്ക് വന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ റിയാലിറ്റിയിലേക്ക് ഇറങ്ങിയപ്പോഴും നമ്മളുള്ള ടെൻഷൻ ഫുള്ളെന്ന് വെച്ചാൽ ബേബി ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെയുള്ള കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം തുടക്കം തൊട്ട് നമുക്കൊരു 5th month വരെ എന്ന് പറയുന്നത് കുഞ്ഞിനുള്ള ഓരോ ടെസ്റ്റ്, അല്ലെങ്കിൽ അമ്മമാർക്ക് ഈ പറയുന്ന ഓരോ ടെസ്റ്റ് കാര്യങ്ങളിലൊക്കെ ഓക്കെയാണ്, കൊച്ചിൻ്റെ ഡെവലപ്മെൻറ്റ് എല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ 6.5 മാസം കഴിഞ്ഞാൽ നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല. ഇടയ്ക്ക് വന്ന് അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തത്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ്ലി ആ ഫ്ലോ അങ്ങ് നഷ്ടപ്പെടും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അറിയാൻ പറ്റത്തില്ല എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഈ 6.5 മാസത്തിൽ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ആദ്യമേ ചെല്ലാൻ തന്നെ അതൊരു വേറൊരു സ്റ്റോറിയാണ്. മൊത്തത്തിൽ സ്റ്റോറിയാണ്. അപ്പം നമുക്ക് ഫുൾ സ്റ്റോറിയിലേക്ക് വരാം. സ്റ്റോറി എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ നവംബറിൽ ഇതേപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു ഫെബ്രുവരിയിലേക്ക് നാട്ടിൽ പോകാൻ വേണ്ടി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഇതെനിക്ക് ഞാൻ അവളുടെ അടുത്ത് എനിക്ക് കാര്യം പറഞ്ഞ് നാട്ടിൽ പോവുകയാണ്, 2 ആഴ്ച ലീവേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം പീരീഡ്സ്. അപ്പോൾ അവളും പറഞ്ഞു അവൾക്കും അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്വാഭാവികമായിട്ടൊരു ന്യൂ കൺട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന കണക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ കൊണ്ട് പീരീഡ്സൊക്കെ ഡിലേ വരും, ചിലവർക്ക് ആവത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ആവുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിങ് പോലെ പോവുമായിരുന്നു. അപ്പം അത് പ്രോപ്പർ ഒന്ന് ആക്കണം. പിന്നെ ഞാൻ ഓൾറെഡി ഒരു കോപ്പർട്ടി നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ കോപ്പർട്ടി ഇട്ടായിരുന്നു. അപ്പം പ്രഗ്നൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതറിയില്ല. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഇതണക്ക് പറഞ്ഞ് നാട്ടിൽ പോകുന്ന സമയത്ത് കോപ്പർട്ടി മാറ്റണം, എന്നിട്ട് പീരീഡ്സ് റെഗുലർ ആക്കണം, ഡോക്ടറിനെ കാണണം. അപ്പോൾ അവൾ പറഞ്ഞ് നാട്ടിൽ പോയി അതിനു വേണ്ടി സമയമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ വിളിച്ച് GPയിലൊന്ന് കാണിച്ചാൽ മതിയെന്ന്. ഇവിടെ മെഡിക്കൽ കിട്ടാൻ ഭയങ്കര പാടെന്ന് വെച്ചാൽ ഭയങ്കര ലാഗാണ്. ആദ്യമേ ഞാൻ ബുക്ക് ചെയ്തപ്പം എനിക്ക് കിട്ടിയതെന്ന് പറയുമ്പോൾ ജനുവരി 29. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ സമയത്ത് എനിക്ക് പറ്റത്തില്ല, ഞാൻ നാട്ടിൽ പോവാണ്, എനിക്ക് എമർജൻസിയാണ്, എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇതാക്കി. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞ് എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. ഫസ്റ്റ് നമുക്ക് GPയിലാണ് തരുന്നത്. അങ്ങനെ GP ചെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിങ് ആണ് വരുന്നത്, ബ്ലീഡിങ് ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ കോപ്പർട്ടിയുടെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് അത് വരുന്നത്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കോപ്പർട്ടി ഇട്ടപ്പോൾ എനിക്കൊരു കാർഡ് തന്നായിരുന്നു. അപ്പോൾ ആ കാർഡ് ഞാൻ അവിടെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കത് എടുത്ത് മാറ്റാം. അപ്പോൾ അതിന് വേറൊരു ഡേറ്റ് അവർ തരും, ആ സമയത്തെ മാറ്റാൻ പറ്റൂ. ഇപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാമെന്നും പറഞ്ഞ് ഇവർ ചെക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് നമുക്കിവിടെ UK മറ്റേ സെർവറിക്കിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. മറ്റേ നമ്മുടെ വയറ്റിലും ക്യാൻസർ അങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ടോ എന്നറിയുന്നൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവരതിൻ്റെ ടെസ്റ്റും ചെയ്ത് ഇത് കോപ്പർട്ടി ഉണ്ടോയെന്ന് നോക്കിയതാണ്. അപ്പോൾ അവിടെ പ്ലേസ് കാണുന്നില്ല, ആ പ്ലേസ് കോപ്പർട്ടി കാണുന്നില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് അതവിടെ കാണുന്നില്ല, ചിലവർക്ക് ഇത് അവിടെ തന്നെ ഇരുന്ന് സെറ്റാവുന്നതുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഒരു സ്കാനിങ്ങിന് പോയി എഴുതിയിടാം, പോയി ചെയ്തിട്ട് വാ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ വിചാരിച്ച് ബ്ലഡും കൂടി ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ അവരെ കൊണ്ട്
ബ്ലഡും കൂടി ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ എഴുതിപ്പിച്ച്. അപ്പം ബ്ലഡ് ടെസ്റ്റിന് ചെന്ന് ഞാൻ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല എങ്ങനെയാണ്. അപ്പോൾ സ്കാനിങ്ങിന് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവരൊരു അപ്പോയിൻമെൻറ്റ് തന്നേ അവർ വിളിക്കത്തുള്ളൂ. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഡിസംബർ 16 കഴിഞ്ഞിട്ടാണ് അപ്പോയിൻമെൻറ്റ് സ്കാനിങ്ങിന് കിട്ടുന്നത്. അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് അവിടെ ചെന്ന് അന്നാണ് ഞാൻ ബ്ലഡും കൊടുക്കുന്നത്. ആദ്യമേ പോയിട്ട് കൊടുത്തില്ല. അങ്ങനെ ഫസ്റ്റ് പോയി ടോക്കൺ ബ്ലഡിനും എടുത്ത് പിന്നെ വന്നിട്ട് സ്കാനിങ്ങിനും കൊടുത്ത്. പക്ഷെ ഫസ്റ്റ് എന്നെ സ്കാനിങ്ങിനാണ് വിളിച്ചത്. സ്കാനിങ്ങിന് വിളിച്ചപ്പോൾ എൻ്റെ ചിന്ത മൊത്തം വയറ്റിൽ വേറെ എന്തോ അസുഖമായി, മുഴയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ കോപ്പർട്ടി അവിടെ ഇരുന്ന് സെറ്റായി, അയ്യോ അത് ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ടി വരും, എങ്ങനെ ഇപ്പോൾ ഈ 2 ആഴ്ചത്തെ നാട്ടിൽ പോക്കലിന് എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു പ്ലാൻ. പിന്നെ അയ്യോ കുഞ്ഞുങ്ങൾ ആര് നോക്കും, ഇവിടെ ആണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണ് കാര്യങ്ങളാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്തിച്ചിങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ സോണോഗ്രാഫർ എന്നെ വിളിച്ച് അപ്പം ഞാൻ ചെന്നങ്ങനെ സ്കാനിങ്ങിന് കയറി കിടക്കുക. അപ്പോഴത്തേക്ക് ആളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഒരു കൊളീക്കിനെ വേണം, ഞാൻ പോയി ഒന്ന് വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ വലിയ സംഭവിച്ചിട്ടുണ്ട്, എനിക്കെന്തോ ക്രിട്ടിക്കലായിട്ട് എന്തോ അസുഖം എൻ്റെ വയറ്റിലുണ്ട് എന്ന് ഞാൻ ഇതാക്കിക്കൊണ്ടിരുന്നു. അപ്പം ആൾ പോയി വീണ്ടും വേറൊരാളെ സോണോഗ്രാഫറിനെ വിളിച്ചുകൊണ്ട് വന്ന് അപ്പോൾ ആളിങ്ങനെ പരിശോധിക്കുന്നു. അപ്പം അവർ വെക്കുന്ന അനുസരിച്ച് എനിക്ക് വയറ്റിൽ എന്തോ ഒരു മുഴ പോലെ എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ക്യാൻസറാണെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു കോപ്പർട്ടിയുടെ സ്കാനിങ് അല്ലേ, കാരണം അവർ ഓൾറെഡി മെൻഷൻ ചെയ്ത് കോപ്പർട്ടി എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള സ്കാനിങ് ആണെന്ന് അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇട്ടത് എന്നാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ആ ക്യാമറ മറ്റേ നമ്മുടെ സ്കാനിങ്ങിൻ്റെ ആ സ്ക്രീന് തിരിച്ച് വെച്ചിട്ട് പറഞ്ഞ് കൺഗ്രാജുലേഷൻ, യു ആർ പ്രഗ്നൻറ്റ് 6.5 months. ആ സമയത്തിൻ്റെ എന്താ ചെയ്യണമെന്നറിയാൻ വയ്യ. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. കാരണം ഷിഫ്റ്റ് കഴിഞ്ഞ് ഹസ്ബൻഡ് വന്ന് കിടന്നുറങ്ങുന്നു, മോനും കിടന്നുറങ്ങുന്നു, ഒരാൾ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ പയ്യെ ഇവിടെ നിന്ന് നടന്നാണ് സ്കാനിങ്ങിന് പോകുന്നത്. അപ്പം ഞാൻ അവിടെ കിടന്ന് കരയുകയാണോ ചിരിക്കുകയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചത് ബേബി ഓക്കെ ആണോ അല്ലയോ എന്ന്. കാരണം പ്രഗ്നൻ്റ് ആണെന്നും പറയുന്നു. അപ്പോൾ എൻ്റെ മൈൻഡ് ഫുള്ളും വരുന്നത് ബ്ലീഡിങ് ആണ്, തുടക്കം തൊട്ടുള്ള ബ്ലീഡിങ് ആണ്. അപ്പം പണ്ടുള്ള ആൾക്കാർ പറയും ബ്ലീഡിങ് പ്രഗ്നൻസി ടൈമിൽ ഇതേപോലെ കട്ടയ്ക്കൊക്കെ ബ്ലീഡിങ്ങും സ്പോട്ടിങ്ങൊക്കെ പോകുന്നത് നല്ലതല്ല, കുഞ്ഞൊരു ഹെൽത്തി ആയിരിക്കത്തില്ല. ആ ഒരു തോട്ടായിപ്പോയി എനിക്ക്. അങ്ങനെ ഞാൻ ചോദിച്ചു ബേബി ഓക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞ് അത് അവർക്ക് പറയാൻ പറ്റത്തില്ല, അതിന് പ്രത്യേകം സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. ആ മഴയിൽ നനഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വീട്ടിലോട്ട് വരിക. ആരെടുത്ത് പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് തൽക്കാലം ആരെടുത്തും പറയാനേ തോന്നിയിട്ടില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയെ ഞാൻ വിളിക്കുന്നു, കട്ട് ചെയ്യുന്നു, എനിക്ക് പറയാനുള്ള ഒരു ഇത് വരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ മദറിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് ഇത് കണക്ക് എൻ്റെ വയറ്റിൽ ബേബി എന്ന് മാത്രം പറഞ്ഞ് അവരെന്നെ ഷോക്കായിപ്പോയി. ഞാൻ പറഞ്ഞ ആരുടെ പറയരുത്, കാരണം ബേബി ഓക്കെ ആണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് GP തന്നെ വിളിച്ച് അവരാദ്യം ചോദിച്ചത് ഇത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ബേബി ഓക്കെ ആണോ ഇല്ലയോ എന്ന് എനിക്ക് ആദ്യം അറിയണം, എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത്, ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാനുള്ള മൂഡൊന്നും ഇല്ല. ആ സമയത്ത് ഞാൻ ഡിസംബറിൽ വീഡിയോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സമയമാണ്. പക്ഷേ എന്നെക്കൊണ്ട് എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആൾ ഞെട്ടി കൊരിത്തിരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിപ്പോഴും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഡേയ്സാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു, അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഇവിടെ എല്ലാവരും പറയും നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ഡെലിവറിയുടെ അന്ന് മാത്രമേ നമുക്ക് ഡോക്ടറിനെ കാണാൻ പറ്റത്തുള്ളൂ, അല്ലാതെ കാണാൻ പറ്റത്തില്ലെന്ന്. എനിക്ക് ആ ഒരു ചുരുങ്ങിയ ഒരു 2.5 മാസം കൊണ്ട് തന്നെ എനിക്കൊരു 4-5 പ്രാവശ്യം മാത്രം ഒരു ഡോക്ടറിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് സ്കാനിങ്ങിന്, അപ്പം അവർ തരുന്ന ആ സ്കാനിങ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്കാനിങ്. കാരണം ഓൾറെഡി എല്ലാത്തിൻ്റെയും അനോമലി സ്കാനിങ്ങിൻ്റെ സമയം കഴിഞ്ഞ്
പിന്നെ ഈ പറയുന്ന നമുക്ക് ഡബിൾ മാർക്ക് അങ്ങനത്തെയൊക്കെ ഉള്ള സ്കാനിങ്ങിൻ്റെ എല്ലാം ടൈം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ആ സ്കാനിങ് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒരു കാര്യവും അറിയാൻ പറ്റത്തില്ല. സ്റ്റിൽ വെയിറ്റ്, ബർത്ത് കുഞ്ഞ് ജനിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അനോമലി സ്കാനിങ് ചെയ്യുമ്പോൾ കുഞ്ഞും മൊത്തത്തിലൊരു പൂർണ്ണ വളർച്ചയായതുകൊണ്ട് നമുക്ക് കുഞ്ഞിൻ്റെ ഒരു കാര്യവും അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ പറയുന്ന നമുക്ക് കുഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഹെഡിൻ്റെ സൈസ്, കൈ, കാല് എല്ലാം തുടക്കം തൊട്ട് ഒടുക്കം വരെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൈ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ ചിന്ത ഫുള്ളും എൻ്റെ കുഞ്ഞിന് കൈയുണ്ടോ കാലുണ്ടോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു ആ ഒരു സമയത്ത് ഫുള്ളും. ഓരോ ദിവസവും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴെല്ലാം എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ കൊളീഗ്സിനറിയാം. ഞാൻ കൊളീഗ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയത്തില്ല എൻ്റെ കുഞ്ഞിന് കൈയുണ്ടോ കാലുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെ തരണം ചെയ്ത് പോകുന്നു എനിക്കൊരു പിടുത്തം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരെടുത്തും പറഞ്ഞിട്ടില്ല വന്ന് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതെൻ്റെ മിറാക്കിൾ ബേബി എന്നാണ്. കാരണം എന്ന് വെച്ചാൽ അത് പറയാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ തുടക്കം തൊട്ട് ഈ ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് റെസ്റ്റ് അങ്ങനെയൊക്കെ അല്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് തുടക്കം തൊട്ട് 6.5 മാസം വരെയും ഒരു റെസ്റ്റ് ഇല്ലാണ്ട് ഹെവി ലിഫ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത്. സാധാരണ കേസിൽ നമ്മൾ ഈ ഹെവി ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താൽ അബോർഷനായി പോകും. ആ സമയത്ത് നമുക്ക് ബ്ലീഡിങ് ഉണ്ട്, പക്ഷെ അതിൻ്റെ തോട്ടിൽ ഈ പറയുന്ന നമുക്ക് പീരീഡ്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് അറിഞ്ഞിട്ടില്ല. ഞാൻ ഈവൻ ഈ GP പോകുന്നതിൻ്റെ അന്ന് രാവിലെയും കൂടി ബാക്കി ഇരുന്നൊരു കാർഡും കൂടി എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ പോലും കണ്ടിട്ടില്ല. അങ്ങനെ അത് ഈ പറയുന്ന നമുക്ക് പിന്നെയെന്ന് വെച്ചാൽ ഈ ഛർദിൽ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന മെയിൻ എന്ന് വെച്ചാൽ നമ്മളെ എനർജി ഡ്രിങ്ക് ഉണ്ടല്ലോ, അതിന് ഭയങ്കര അഡിക്റ്റായിരുന്നു ഞാൻ. എനർജി ഡ്രിങ്ക് വെറും വയറ്റിലൊക്കെ ഞാൻ കുടിക്കുമായിരുന്നു. വെറും വയറ്റിൽ ഞാൻ എനർജി ഡ്രിങ്ക് കുടിക്കുമായിരുന്നു. ഇതെനിക്കിപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഉറക്കം ഇങ്ങനെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഉറക്കമൊന്നും ഇതാവാൻ വേണ്ടി അതിനകത്ത് പ്രത്യേകം ആ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് പ്രഗ്നൻസി, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് മോം ചിൽഡ്രൻ ഒന്നും കുടിച്ചുവിടുക, അതിനകത്ത് ഇത്ര കണ്ടൻറ്റ് കഫെയിൻ ഉണ്ടെന്ന്. ഇതൊക്കെ ഞാൻ കുടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഈവൻ ഈ സെയിം പറയുന്ന കണക്ക് GPയിൽ രാവിലെ ഇതേക്ക് അപ്പോയിൻമെൻറ്റിൻ്റെ അന്ന് പോകുമ്പോഴും ഈ സാധനം മേടിച്ച് ഞാൻ കുടിച്ചാണ് പോകുന്നത്. അതേപോലെ തന്നെ വേറൊരു ഇതെന്ന് പറയുന്നത് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു. ഞാൻ നോക്കുമ്പോൾ അതും എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഞാൻ കുറഞ്ഞിരുന്ന ഞാൻ വെയിറ്റ് ഗെയിനിങ് കുറയുന്നില്ല. അങ്ങനെ ഞാൻ ഡയറ്റ് പ്ലാൻ ചെയ്ത് നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഈ പറയുന്ന നമുക്ക് ഇത്തിരി വണ്ണമൊക്കെ കുറയണം, വീണ്ടും ഫുഡ് അടിക്കണം, വീണ്ടും കനത്തിട്ട് വന്നിട്ട് വീണ്ടും കുറയ്ക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആപ്പിൾ സിഡർ വിനെഗർ മേടിക്കുന്നു. ആപ്പിൾ സിഡർ വിനെഗർ മേടിച്ചിട്ട് വെറും വയറ്റിൽ രാവിലെ ഞാൻ അതെടുത്ത് കുടിച്ചു. അത് ഈ പറയുന്ന നമുക്ക് 3-4 മാസത്തിലാണ്. കണക്ക് പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞ ശേഷം എല്ലാം ഞാൻ ഏതൊക്കെ മാസത്തിലാണ് ചെയ്തിട്ടുള്ളത് എടുത്തിട്ടുള്ളതെന്നെല്ലാം നമ്മളിങ്ങനെ കണക്കൂട്ടി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ 3-4 മാസത്തിലാണ് ഞാൻ ഈ പറയുന്ന നമുക്ക് ആപ്പിൾ സിഡർ വിനെഗർ വെറും വയറ്റിൽ കുടിക്കുന്നത്. ഈ ആപ്പിൾ സിഡർ വിനെഗർ വെറും വയറ്റിൽ ഞാൻ കുടിച്ചിട്ട് ഛർദ്ദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത്ര കൊള്ളത്തില്ല, വാശി പോരില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ വീണ്ടും എടുത്ത് വേറൊരു ഗ്ലാസ്സും കൂടി ഞാൻ കുടിക്കുന്നത്. ഇതിലൊക്കെ എങ്ങനെ അബോർഷനായി പോകേണ്ടുള്ളതാണെന്നറിയാവോ? എന്നിട്ട് അതൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്നും ഇവനൊരു മിറാക്കിളാണ്. ഇപ്പം ഇവൻ എൻ്റെ വർക്ക് പ്ലേസിലാണെങ്കിലും ഡോക്ടറാണെങ്കിലും എല്ലാവരും പറയും ഇതൊരു മിറാക്കിൾ ബേബിയാണെന്ന്. സത്യം ഭയങ്കര മിറാക്കിളായിട്ടുണ്ട്. അങ്ങ് ലൈഫ് ലോങ് വരെയും ഹെൽത്തി ആയിരുന്നാൽ മാത്രം മതി. ഓരോ സ്റ്റെപ്പ് ഗ്രോ ചെയ്ത് പോകുമ്പോഴും നമുക്ക് ടെൻഷനാണ്. നമ്മളുടെ ടെൻഷൻ മറ്റുള്ളവരടുത്ത് പറഞ്ഞാലൊന്നും അവർക്കൊന്നും മനസ്സിലാവത്തില്ല. അവർ ആസ് യൂഷ്വൽ പുതുമ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അത്രയേ ഉള്ളൂ.